എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കേരള PSC പുറത്തിറക്കാൻ പോകുന്ന ഏറ്റവും പുതിയ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കുറേയധികം നോട്ടിഫിക്കേഷൻസ് ആണ് ഈ മാസം അവസാനം വരാൻ പോകുന്നത്. അതിനെക്കുറിച്ച് പറയാനാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ നമുക്കറിയാം, ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, ഫിഷറീസ് പഠിച്ച ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ സുവോളജി MSc സുവോളജി ഡിഗ്രി ഒക്കെ ഉള്ള ആളുകൾ നോക്കിയിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി നോക്കിയിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഫിഷറീസ് ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ മാസം അവസാനത്തോടു കൂടി ഫിഷറീസ് ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ മുന്നിൽ എത്താൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ ഫിഷറീസ് ഓഫീസർ, നമ്മുടെ കേരളത്തിലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് ഫിഷറീസ് ഓഫീസറിന്റെ നിയമനം നടക്കുന്നത്. അപ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കാം, ഏതൊക്കെ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം എന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനാണ്. കാരണം നിങ്ങൾക്ക് ഒട്ടനവധി ആളുകൾക്ക് സംശയങ്ങളുണ്ട്, ഏതൊക്കെ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ച്. നമുക്കറിയാം, ഫിഷറീസിനെ സംബന്ധിച്ച് ഒരുപാട് ഡിഗ്രി ഉണ്ട്. ഫിഷറീസ് ഇപ്പോൾ അക്വാകൾച്ചർ, മറൈൻ ബയോളജി, അങ്ങനെ ഒരുപാട് ഡിഗ്രീസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ആ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. നമുക്ക് ഒക്ടോബർ 31 നമുക്ക് എന്തുണ്ടാവും, നമ്മുടെ പ്രൊഫൈലിലേക്ക് നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നിങ്ങൾ ഒട്ടനവധി ആളുകൾ ഈ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നുണ്ടെന്ന് എനിക്കറിയാം. മാസ്റ്റർ കി അക്കാദമി കഴിഞ്ഞ ഫിഷറീസ് ഓഫീസറിനും കോച്ചിങ് കൊടുത്ത സ്ഥാപനമാണ്. അത്യാവശ്യം നല്ല റിസൾട്ടുകളും ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞ ഫിഷറീസ് ഓഫീസറിന് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ തവണ ഒരു ഏകദേശം 28 വേക്കൻസികളാണ് നോട്ടിഫിക്കേഷൻ വന്ന. വേക്കൻസി 28 ആണെങ്കിലും ഇപ്പോൾ അതിൻ്റെ 2 ഇരട്ടി അഡ്വൈസ് ഇപ്പോൾ നിലവിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പതിയെ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഫിഷറീസ് ഓഫീസർ പരീക്ഷയ്ക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ തവണത്തെ ആ ഒരു നോട്ടിഫിക്കേഷൻ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനിലോട്ട് പോകാം. അപ്പം നോക്കിയേ, നമുക്ക് കഴിഞ്ഞ തവണ 2021 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ കാറ്റഗറി നമ്പർ 746/2021 പ്രകാരമാണ് നമുക്ക് കഴിഞ്ഞ തവണ നോട്ടിഫിക്കേഷൻ വന്നത്. ഫിഷറീസ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് 746/2021 പ്രകാരമാണ്. അതോടൊപ്പം നോക്കിയേ, ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം, കേരള സംസ്ഥാനത്തെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഫിഷറീസ് ഓഫീസർമാരെ നിയമിക്കുന്നത്. അപ്പോൾ നെയിം ഓഫ് ദ പോസ്റ്റ് ഫിഷറീസ് ഓഫീസർ, ഡിപ്പാർട്ട്മെന്റ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ സ്കെയിൽ ഓഫ് പേ നോക്കിയേ, നമ്മുടെ പേ സ്കെയിൽ നോക്കിയേ, 35,600 to 75,400 ബേസിക് പേ സ്കെയിൽ. നോക്കിയേ, 35,600 to 75,400 ബേസിക് പേ സ്കെയിൽ. ഇതിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്പർ ഓഫ് വേക്കൻസി അന്ന് 28 വേക്കൻസിയാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 80-ലധികം പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പം അതിനെ സംബന്ധിച്ചൊരു അപ്ഡേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അന്നത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള വേക്കൻസിയും ഇപ്പോൾ നടന്നിട്ടുള്ള അഡ്വൈസുകളും ഒക്കെ നിങ്ങൾക്ക് ഒരു അപ്ഡേഷനായിട്ട് ഈ ഒരു ചാനലിലൂടെ തന്നെ ലഭിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ മാസ്റ്റർ കി അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്ഡേഷൻസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളോട് നോക്കാം. പിന്നെ നമുക്ക് മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് നമുക്കറിയാം, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. പരീക്ഷ വിളിക്കും, പ്രസ്തുത ക്വാളിഫിക്കേഷൻ ഉള്ളവരെ വിളിച്ച് പരീക്ഷ നടത്തും. പരീക്ഷയിൽ മുന്നിൽ വരുന്നവരെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, റാങ്ക് പട്ടിക തയ്യാറാക്കിയിട്ടാണ് നിയമനം നടക്കുന്നത്. ഏജ് ലിമിറ്റ് 18 to 36 ആണ് കേട്ടോ. 18 to 36 ആർക്ക്, നമ്മുടെ നോർമലി ഏജ് ലിമിറ്റ് 18 to 36. SC ST OBC വിഭാഗക്കാർക്ക് നിയമാനുസൃതമായിട്ടുള്ള വയസ്സിളവ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് 39 വയസ്സ് വരെ OBCക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് OBC കാറ്റഗറിക്കാർക്ക് 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. SC ST കാറ്റഗറിക്കാർക്ക് 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് 5 വർഷത്തെ നിയമാനുസൃതമായിട്ടുള്ള വയസ്സിളവുണ്ട്. ജനറൽ കാറ്റഗറിക്കാർക്ക് 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നോക്കിയേ, നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താ, ക്വാളിഫിക്കേഷൻ അല്ലേ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നോക്കിയേ, ക്വാളിഫിക്കേഷൻ നോക്കിയേ, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. നോക്ക്, എ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫിഷറീസ് സയൻസ്. ഫിഷറീസ് സയൻസിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫിഷറീസ് സയൻസിൽ ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ബാച്ചിലർ ഓഫ് ഫിഷറീസ് സയൻസ് നോട്ടിക്കൽ സയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും.
BFSC നോട്ടിക്കൽ സയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻഡസ്ട്രിയൽ ഫിഷറീസ് പഠിച്ച ഫിഷറീസിൽ ഡിഗ്രി ഉള്ളവർക്ക് മാരികൾച്ചർ, മറൈൻ ബയോളജി, അതുപോലെ കോസ്റ്റൽ അക്വാകൾച്ചർ, അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് അക്വാകൾച്ചർ, അക്വാകൾച്ചർ ആൻഡ് ഫിഷറി മൈക്രോബയോളജി, ക്യാപ്ചർ ആൻഡ് കൾച്ചർ ഫിഷറീസ്, അക്വാകൾച്ചർ ആൻഡ് ഫിഷറി ബയോളജി അല്ലെങ്കിൽ അപ്ലൈഡ് ഫിഷറീസ്, അതുപോലെ തന്നെ അക്വാകൾച്ചർ പഠിച്ചവർക്ക് ഫിഷ് പ്രോസസ്സിംഗ് ടെക്നോളജി ആൻഡ് അക്വാകൾച്ചർ പഠിച്ചവർക്ക്, അക്വാകൾച്ചർ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കും എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയും ഡിഗ്രി ഉള്ളവർക്ക്, ഫിഷറീസിൽ ഇത്രയും ഡിഗ്രി ഉള്ളവർക്ക്, ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് എല്ലാം ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. അവരെല്ലാം ഈ ഒരു തസ്തികയ്ക്ക് എലിജിബിൾ ആണ്. അതോടൊപ്പം നോക്കിയേ, സുവോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഓക്കെ, സുവോളജിയിൽ ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുവോളജി ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ സുവോളജിക്കാരെ സംബന്ധിച്ച് അവർക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വളരെ കുറവാണ് വരുന്നത്. അവരും ഈ ഒരു നോട്ടിഫിക്കേഷൻസ് കാത്തിരുന്നവരുണ്ട്. ഓക്കെ, കഴിഞ്ഞ തവണ മുതൽ നമുക്കറിയാം സുവോളജിക്കാരെ കൂടി ഈ ഒരു തസ്തികയ്ക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുവോളജിക്കാരും ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നവരുണ്ട്, നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പം സുവോളജിയിൽ ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഫിഷറീസ് ഓഫീസറിന്റെ പോസ്റ്റ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അല്ലെങ്കിൽ ഇതൊന്നും അല്ല നിങ്ങളുടെ ഡിഗ്രി എങ്കിൽ എ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഫിഷറീസ് സയൻസ്. അപ്പം നമുക്ക് ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഡിഗ്രി മാത്രമല്ല, PG ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഉയർന്ന ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാ നോക്കിയേ, എ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഫിഷറീസ് സയൻസ്, അതുപോലെ തന്നെ മാരികൾച്ചർ, ഇതെല്ലാം PG ആണ്. മാരികൾച്ചർ, മറൈൻ ബയോളജി, കോസ്റ്റൽ അക്വാകൾച്ചർ, അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ്, അക്വാകൾച്ചർ ആൻഡ് ഫിഷറി മൈക്രോബയോളജി, ക്യാപ്ചർ ആൻഡ് കൾച്ചർ ഫിഷറീസ്, അക്വാകൾച്ചർ ആൻഡ് ഫിഷറി ബയോളജി, അപ്ലൈഡ് ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ, ഫിഷ് പ്രോസസ്സിംഗ് ടെക്നോളജി ആൻഡ് അക്വാകൾച്ചർ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ സുവോളജിയിൽ MSc സുവോളജി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം മേളിൽ പറഞ്ഞിരിക്കുന്ന ഡിഗ്രികളുടെ ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ BSc സുവോളജിക്കാർക്കും MSc സുവോളജിക്കാർക്കും ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ സുവോളജിയിൽ ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണിത്. ഓക്കെ, അപ്പൊ ഇത്രയും ഡിഗ്രി ഉള്ള ആളുകൾക്കും ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഫിഷറീസ് ഓഫീസറിന്റെ പോസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. ആ സംശയങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് മാസ്റ്റർ കീ അക്കാഡമി ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഫ്രീ വെബിനാർ ആണ്. അതോടൊപ്പം തന്നെ ഫിഷറീസ് ഓഫീസറിന്റെ കോഴ്സുകളും ഞങ്ങൾ ഉടൻ ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നവരാവട്ടെ, പഠിക്കുന്നവരാവട്ടെ, നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനപ്രദമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ടൈം അനുസരിച്ച് പഠിക്കാവുന്ന രീതിയിലാണ് ഞങ്ങളുടെ കോഴ്സുകൾ എന്നുള്ളതാണ് പ്രത്യേകത. നമുക്കറിയാം, ഫിഷറീസ് പഠിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഫിഷറീസിൽ PG പഠിക്കുന്ന ആളുകൾ ഉണ്ടാവും ഇപ്പോൾ. അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ഹൗസ് വൈഫ്, അതായത് കുട്ടികളൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ പെട്ടെന്ന് പോയി ജോയിൻ ചെയ്ത് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട്, റെഗുലർ സ്റ്റുഡൻസിനും ഒക്കെ വേണ്ടിയിട്ട് മാസ്റ്റർ കീ അക്കാഡമി കൃത്യമായി നിങ്ങളെ പരിശീലിപ്പിക്കാനുള്ള ഒരു കോഴ്സ് കൂടി ഉടൻ ആരംഭിക്കുകയാണ്. കാരണം നമുക്ക് കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻസ് ഉണ്ടാവും. ആ സ്റ്റഡി പ്ലാൻസ് ഫോളോ ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ സ്റ്റഡി പ്ലാൻസ് പ്രകാരം എക്സാംസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാവും. ഓക്കെ, കോഴ്സ് മെൻറ്റർ ഉണ്ടാവും, വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസിന് സെഷൻസ് ഉണ്ടാവും. നിങ്ങളുടെ കോർഡിനേറ്റർ കൃത്യമായിട്ട് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുന്ന കോർഡിനേറ്റർ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഏറ്റവും നന്നായിട്ട് ഒരു സിസ്റ്റമാറ്റിക് വേയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. കൃത്യമായി നിങ്ങൾ ആ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിച്ചു വന്നു കഴിഞ്ഞാൽ സിലബസ് ഫുൾ കവർ ചെയ്ത് നമുക്ക് ആദ്യം എത്താൻ പറ്റും, പരീക്ഷയിൽ ആദ്യം മുന്നിലെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ തയ്യാറെടുക്കുന്നത്. മാസ്റ്റർ കീ അക്കാഡമിയുടെ സൗജന്യ വെബിനാറിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതുവഴി എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റി ലിങ്കിൽ ജോയിൻ ചെയ്ത് നമ്മുടെ വെബിനാർ എല്ലാവരും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഫിഷറീസ് ഓഫീസറിൻ്റെ ഏറ്റവും പുതിയ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യുന്നവർക്കും സ്വാഗതം. അതോടൊപ്പം തന്നെ ഇത് പഠിച്ച് മത്സരിച്ച്
ആദ്യം വിജയിച്ച് എനിക്ക് ജോലി വേണമെന്നൊക്കെ കരുതി മുന്നോട്ട് നിൽക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഫിഷറീസ് ഓഫീസറിന്റെ ആ ഒരു വെബിനാർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആരും മറക്കണ്ട. ഓക്കെ, താങ്ക് യു.